ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ആക്ച്വലി ഒരുപാടുണ്ട്. അതിൽ ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു അപായം മേടിക്കണം. എൻ്റെ കയ്യിലുള്ള കുറേ അപായമൊക്കെ പോയി. അപ്പോൾ പുതിയൊരു അപായം മേടിക്കണം. പക്ഷെ ഞാൻ ലുലുവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അപായ ഷോപ്പ് അല്ലെങ്കിൽ സൂക്ക് അവിടെയൊക്കെ പോയിക്കൂടെ ഇന്ന്? സമയമില്ല നമ്മുടെ കയ്യിൽ. ഇന്ന് റോക്കറ്റ് സ്പീഡിലായിരിക്കും സമയം പോകുന്നത്. കാരണം രാവിലെ ഓൾറെഡി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ആ സമയം 3:30 കഴിഞ്ഞു. അപ്പോൾ ഇനി അപായം മേടിക്കണം, ഒരു ഗിഫ്റ്റ് മേടിക്കണം, എന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, അവിടെ ഇഫ്താർ കഴിയണം, എന്നിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഫ്രണ്ട്സിനെ കാണുന്നത്, അത് വേറെ കാര്യം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു ഷൂട്ടുണ്ട്, അത് സുഹൂറിൻ്റെ ഷൂട്ടാണ്. ആൻഡ് ഓഫീസിൻ്റെ ഇഫ്താർ ഉണ്ട്, പക്ഷേ അത് ഓഫ് കോഴ്സ് മിസ്സാവും. കുഴപ്പമില്ല, നമ്മളെന്തായാലും ബാക്കിയുള്ളവരായിട്ട് ക്യാച്ചപ്പ് ചെയ്യുമല്ലോ, കുഴപ്പമില്ല, പ്രശ്നമില്ല. എന്തായാലും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് എന്ത് കിട്ടും അത് നമുക്ക് മേടിക്കാം. ഓക്കെ. ഈ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഈദ് ഷോപ്പിംഗ് വരെ ഇതായി മാറുമെന്ന്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഫെബ്രുവരി 28 തുടങ്ങി മാർച്ചിൽ ആദ്യത്തെ വീക്കും രണ്ടാമത്തെ വീക്കൊക്കെ GCC മൊത്തത്തിൽ നമ്മുടെ റമദാൻ ആകെ മൊത്തത്തിൽ കുളമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അങ്ങനെ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഈദിനങ്ങോട്ട് ചെയ്തില്ല. ഞാനെന്തോ ഒരാവശ്യം വന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ഷോപ്പ് ചെയ്തത് നന്നായി. എനിവേ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതെടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടതാ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ ഈദിനിട്ടത്. അതിനോടൊപ്പം തന്നെ മറ്റ് ചില ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് എടുക്കണോ വേണ്ടയോ എന്ന്. പക്ഷേ എൻ്റെ ഓൾറെഡി ഒരു ബ്ലാക്ക് അബായ ഉള്ളതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചു. മനസ്സോടെ ആണെങ്കിലും വേണ്ടാന്ന് വെച്ചു. എന്ത് ചെയ്യാനാ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരെണ്ണമാണ് ഈ ഒരു അബായ. ഇത് അബായായിട്ടും അല്ലാണ്ടൊക്കെ നോർമലിയും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എടുത്തു. അങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഫ്രണ്ടിൻ്റെ അടുത്തെത്തി. ഇനി എന്താണ് അവിടുത്തെ സംഭവം എന്നറിയില്ല. ജെസ്സി, ഈശ്വര, ഇതന്നെയല്ലേ വീട്? എല്ലാം ഒരേപോലെ ഇരിക്കുന്നല്ലോ. നോക്കട്ടെ. I'm just getting ready in between. ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് റെഡി ആവുക. സംഭവം എപ്പോഴും എനിക്ക് ഫൈനൽ മൊമെൻറ്റിൽ ഇങ്ങനെ എന്തെങ്കിലും പണി വരുമ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കും റെഡി ആവല്. എവിടെ നിന്നാണോ, ലൈക്ക് കാറിലാണെങ്കിൽ കാറ്, എവിടെയെങ്കിലും ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന്. സോ യാ, ദിസ് ഈസ് കൈൻഡ് ഓഫ് റുട്ടീൻ. മര്യാദയ്ക്ക് റെഡിയായി ഇറങ്ങൽ പരിപാടി വളരെ 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 അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ് എൻ്റെ കാര്യത്തിൽ. ഓക്കെ, നല്ല ലൈറ്റല്ലേ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവളുടെ പുതിയ വാർഡ്രോബ് ഭയങ്കര ലൈറ്റിംഗ് സെറ്റപ്പൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ണെഴുതാൻ ഞാൻ ചെറുതായിട്ട് ഹായ് ഫാത്തി, കമൻ പ്ലീസ് സേ ഹായ് ടു മൈ വീഡിയോ. ദിസ് ഇസ് മൈ ഫ്രണ്ട്. I was giving so much of introduction. Oh, sorry, yes, thank you. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി പോകുന്നത് അവളുമായിട്ട് പണിയെടുക്കട്ടെ, നമുക്ക് ഈ പണിയിലേക്ക് പോകും. ഇവള് എൻ്റെ സ്കൂൾ മുതലുള്ള ഫ്രണ്ടാണെങ്കിലും കോളേജിൽ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ പരിചയം ആയത്, അല്ലെങ്കിൽ ക്ലോസ് ആയത്. അത് കിടക്കും. ഹലോ മാഡം, എന്താണ് ഇത്ര വർഷമായി? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ മേക്കപ്പ് ചെയ്തു. അത് ഓണായിരുന്നു. പാത്തി നെസ്രിൻ ഇങ്ങോട്ട് നോക്കൂ. റീം വീഡിയോ ഈ ആൻറ്റി സൂപ്പറാ പറ.
എൻ്റെ സൂപ്പർ പറ പറ ഇഷ്ടല്ലേ ഈ കുരുപ്പിനെ ഇങ്ങനെ വളർത്തിച്ചേക്കുന്നു. ഞാൻ മിഠായി തരണ്ടേ? മിഠായി വേണ്ടേ? മിഠായി വേണ്ടേ? എന്നാ എനിക്കൊരു ഉമ്മ വരുമോ? നിന്നോ ഷോ എന്ത് ഭംഗിയാ. ഇത് കുറച്ച് മുമ്പ് വന്നപ്പോൾ എടുക്കണമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ആ സമയത്ത്. അതെ ഹായ്. ഇപ്പോഴാണ് കാണാൻ ഭംഗി. തക്കാളി അങ്ങനെ ഇഫ്താർ ഡൺ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക്. ഒരു മനുഷ്യനെ ജീവിക്കാൻ ഇവിടെ അനുവദിക്കില്ല. കണ്ട റെഡി ആവുന്ന കണ്ടോ? ഓൾറെഡി റെഡി. എന്താ ഭംഗി. ഐശ്വര്യത്തിന്റെ മൂർത്തിഭാവം. സത്യത്തിൽ ഇത് ഞാനാ ചെയ്യാറ്. അതെ ഇന്നിപ്പോ രക്ഷയില്ലാത്തോണ്ട് ഡ്രൈവ്. അതെ ഞാൻ ഇന്ന് എന്തോ പെട്ടെന്ന് ഒരുങ്ങി. നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത്. അയ്യോ ശരിക്കും അല്ലെങ്കിൽ സുന്ദരിയാണ്, കുറച്ചുകൂടെ പ്ലസ്. അതെ 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 സാധാരണ ഞാനാണ് വണ്ടിയിലിരുന്ന് ഒരുങ്ങാറ്. സുന്ദരിയാണ്, പക്ഷെ ഞാനത് കണ്ടുപഠിച്ചാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് എങ്ങനെ ഒരുങ്ങാമെന്ന് എന്നെ കണ്ടുപഠിച്ച നിസ പഠിച്ചു. ഞങ്ങൾ എങ്ങനെ സെറ്റ് ആവാം, കോൺഫിഡൻസ് കിട്ടി. പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെ അവിടെ വരെ എത്തും. അതെ മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടല്ലേ പോണ്ടത് എന്നൊക്കെ. പക്ഷെ എനിക്ക് അഷ്ടമിയുടെ കൂടെ കഴിഞ്ഞപ്പോ അങ്ങനെയല്ല. യെസ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ റെഡി ആവാം എന്ന്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സുഹൂറിനാണ്. അതെ മാത്രമല്ല ഇന്ന് നമ്മളെ കാത്ത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. സംഭവം നമ്മുടെ സ്വന്തം ലിഫ സൗമിത്രി പഞ്ചാര, എന്റെ സുഹൃത്തും ഞങ്ങളുടെ അതെ മാറിയ എന്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. അതെ ലിഫ ആക്ച്വലി ഒരു ലീപ് ഇയർ ഗേൾ ആണ്. അതെ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. യെസ്. അപ്പോ 29-ാം തീയതിയാണ് സാധാരണ കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഓ ഇത് സുഖമായല്ലോ, ഇത് നോക്കിയിട്ടാ മതിയല്ലോ. അപ്പൊ ഞങ്ങള് ലിഫയ്ക്ക് ഒരു കുഞ്ഞു കൂട്ടി ഒരു കേക്ക് മേടിച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അവരവിടെ ഉണ്ട്. ഞാൻ ചായ കുടിക്കാൻ വിളിച്ചു വരുത്തിയതാണ്, കാരണം അല്ലാണ്ട് കിട്ടൂല. മനസ്സിലായോ? അങ്ങനെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. കഴിഞ്ഞു പരിപാടി. ഇത്രേ ഉള്ളൂ ഒരുക്കം. അതെ പിന്നെ അല്ല എന്നിട്ട് അതിനകത്ത് മറ്റത് കിട്ടിയിരിക്കും. ഒരു വെറൈറ്റി ബർത്ത്ഡേ ആണ്. ഓക്കെ അല്ലേ? കിട്ടിയ പോലെ. And the word goes to പഞ്ചു. അതെ പഞ്ചാരക്കുഞ്ചു. പഞ്ചാരക്കുഞ്ചു നമുക്ക് പാട്ടുണ്ടായിരുന്നു. കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചാമനോമര കുഞ്ചുവാണേ. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളിത് മുൻപേ വിചാരിച്ചതാ. എന്തായാലും ഈ സംഭവം മാറ്റം. നടു റോഡ് ചെയ്തിട്ട് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആകെ 4 വർഷത്തിൽ ഒരു തവണ ബർത്ത്ഡേ. അതെ എപ്പോ വേണേലും കട്ട് ചെയ്യാം. അതാണ് ഷുവർ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഷൂട്ടിന്റെ ടൈമാണ്. ഇവിടെ എന്നെ കാത്തൊരാൾ നിൽക്കുന്നുണ്ട്. ഹലോ. എടുക്ക്. താങ്ക് യു സോ മച്ച്. ഇത് തരാൻ വേണ്ടി എന്റെ പുറകെ നടക്കുകയാണ്. ഞാൻ നോക്കട്ടെ. ഹായ് സോ ക്യൂട്ട്. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. സിജിലിൻ്റെ ഐഡിയ ആയിരുന്നു. സിജിൽ അത് സൂപ്പറായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്തു.
എന്നിട്ട് അത് എഡിറ്റൊക്കെ ചെയ്ത് നല്ല രസമായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിരുന്നു, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ GCCയിലെ ആ ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ചും ഖത്തറിലെ സിറ്റുവേഷൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു. പക്ഷേ അതിൻ്റെ കുറച്ച് BTS കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതിലിങ്ങനെ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഷൂട്ട് മാസ്റ്റർ വിക്രം, സന്ദീപ്. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന നമ്മുടെ നേഹക്കുട്ടി ഫുള്ള് നിന്നു ഷൂട്ടിങ്ങില്. അതെ, വെറുതെ വന്നു. ഒരു കമ്മലോട്ട് തരാൻ വന്നതിൽ എനിക്ക് അഭിനയിച്ച് ഫുഡ് കഴിച്ച്. അപ്പൊ ശരി മുത്തേ, നീ കാണാം, ബൈ. അങ്ങനെ ഒരു ഡേ എൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ നടന്നു. പക്ഷെ ഇതൊന്നും ക്യാപ്ചർ ചെയ്യാൻ ചില മൊമെന്റിൽ നമ്മൾ മറന്നു പോകുന്നു പറയില്ലേ, ലൈക്ക് വെൻ യു ആർ സോ മച്ച് ലൈക്ക് എൻഗേജ്ഡ്. ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ രാവിലെ മുതലിങ്ങനെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത പോലും. പക്ഷേ എന്തോ ഇടയ്ക്കും തിരക്കിങ്ങനെ വീഡിയോസ് ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. കുറേ കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ ഇരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആരെയും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് അവിടെ എത്തിയതിൻ്റെയൊക്കെ ചില സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈവൻ ഷൂട്ടിങ് ഭയങ്കര രസമായിരുന്നു. അത് വേറെ ആളുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തോ അപ്രതീക്ഷിതമായിട്ട് നേഹക്കുട്ടി എത്തിയത് കൊണ്ട് കുറച്ച് BTS എടുത്തു. അങ്ങനെ ആൻഡ് ഇറ്റ് വാസ് റിയലി എ ഫൺ കൈൻഡ് ഓഫ് എ ഡേ. ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു വ്ളോഗിങ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇറ്റ് റിയലി ആ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കാര്യമല്ലേ. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയൽ ഭയങ്കര ബോറാണല്ലോ എന്നൊക്കെ വിചാരിച്ച ഒരാളാണ്. പക്ഷേ സംടൈംസ് ഇറ്റ്സ് റിയലി ഗുഡ് ആ ഒരു ട്രൂ ഫീലിംഗ് പുറത്തേക്ക് വരിക. അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ഫുൾ ബിസി സ്കെഡ്യൂളൊക്കെ കഴിഞ്ഞ ഒരു ഫുൾ ഡേ കഴിഞ്ഞൊന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദിസ് ഇസ് ദ തിങ് വിച്ച് ഹാപ്പൻ ടുഡേ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. രാവിലെ 7 മണി 7:30 ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം രാത്രി 12:30 അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോട്ടൽ ഡേ അങ്ങനെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ മേക്കപ്പൊക്കെ കളിച്ചിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങട്ടെ. ഓക്കെ.